ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2006 മോഡൽ ഇറങ്ങിയ പൾസർ 150cc DTSIയുടെ വണ്ടിയുടെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളാണ്. അപ്പം ഓട്ടി ചെക്കിട്ടുള്ള എൻ്റെ അഭിപ്രായം കുറച്ച് ഇതുകളാണ്. അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, വണ്ടി ഇതാണ്. 2006 മോഡലിൽ ഇറങ്ങിയ പൾസർ 150 DTSI 150cc വണ്ടിയാണ്. അപ്പോൾ വണ്ടി കാര്യങ്ങളും എല്ലാം പക്കയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടിച്ചോക്കിയിട്ട് വണ്ടി നല്ല സ്മൂത്ത് കണ്ടീഷനാണ്, വേറെ കംപ്ലൈൻറ്റ് വേറെ ഒരു കാര്യങ്ങളില്ല. വണ്ടിയുടെ ഹെഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എൻജിൻ സ്വിച്ചൊക്കെ അവൈലബിൾ ആണ്, കിൽ സ്വിച്ചൊക്കെ എല്ലാം പൾസർ 150cc DTSIയിൽ വന്നിട്ടുണ്ട്. വേറെ 2 മിറർ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്, മിററുണ്ട്. പിന്നെ മീറ്ററിലൊക്കെ വരുന്നെങ്കിൽ മീറ്ററെല്ലാം പക്കയാണ്. പെട്രോളും 2 സൈഡിലായിട്ടാണ് മീറ്റർ വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ന്യൂട്രൽ ലൈറ്റും തൊട്ട് സൈഡിലായിട്ട് സ്റ്റാൻഡ് സെൻസറും ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ സ്റ്റാൻഡ് സെൻസർ വന്നിട്ടുണ്ട്. 2006 മോഡലിൽ സെൻസറോടെ കൂടിയ ഒരു ബെറ്റർ വണ്ടിയാണ് പൾസർ 150 DTSI. KL 25 1753 എന്ന രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിരിക്കുന്നത്. സ്റ്റോക്കാണ്, വണ്ടി ഫുള്ള് സ്റ്റോക്കാണ്. മിറർ മാത്രം ഞാൻ ജസ്റ്റ് അഴിച്ചു മാറ്റിയിട്ടുണ്ട്, വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. വണ്ടി ഫുള്ള് സ്റ്റോക്കാണ്. DTSIയുടെ ബജാജിൻ്റെ എൻജിനോടെയാണ് ഈ വണ്ടി വരുന്നത്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ നോക്കണമെങ്കിൽ അത്യാവശ്യം ലുക്കിലാണ് വണ്ടി വന്നിരിക്കുന്നത്, വേറെ ഒരു ഇതുമില്ല. നമ്പർ പ്ലേറ്റ് അടിയിലായിട്ടാണ് ഹിഡൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. KL 25 1753 ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ. വേറെ വണ്ടി പവറിലായിരുന്നാലും അത്യാവശ്യം പവറോടുകൂടിയാണ് വണ്ടി വന്നിരിക്കുന്നത്. കിക്കർ വിത്ത് സെൽഫാണ് വണ്ടി. എൻജിൻ സ്വിച്ച് മുകളിലോട്ടാണ് ഓണ്, താഴോട്ട് ഓഫ്. ടയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ആണ് വണ്ടി. ഫ്രണ്ട് ഡിസ്കോടുകൂടിയാണ് വന്നിരിക്കുന്നത്, ബാക്ക് ഡിസ്ക് അല്ല, ഫ്രണ്ട് ഡിസ്ക്. വണ്ടിയുടെ ഗിയർ ടൈപ്പ് വരുന്നത് യൂണിവേഴ്സൽ ഗിയർ ടൈപ്പാണ്. പുതിയ മോഡൽ വണ്ടികളുടെ യൂണിവേഴ്സൽ ഗിയർ ടൈപ്പാണ് വണ്ടിയിൽ വരുന്നത്. അപ്പോൾ വണ്ടിയുടെ സൗണ്ടൊക്കെ കാര്യങ്ങളും കേൾപ്പിച്ചു തരാം. വണ്ടി ഞാൻ കിക്കർ അടിച്ചാണ് എടുക്കാൻ പോകുന്നത്.